സഖാക്കളെ, സുഹൃത്തുക്കളെ, സിപിഐഎമ്മിന്റെ വയനാട് ജില്ലാ സെക്രട്ടറി സഖാവ് റഫീഖിന്റെ നേതൃത്വത്തിൽ ഈ ജില്ലയിലുടനീളം ഈ ജില്ലയും ഈ ജില്ലക്കാരും അഭിമുഖീകരിക്കുന്ന ജീവൽഗന്ധിയായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാൽനട പ്രചരണ ജാഥ നടക്കുകയാണ്. ആ ജാഥയുടെ ഇന്നത്തെ സമാപന സമ്മേളനത്തിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സഖാവ് ശശിയേട്ടൻ ഉൾപ്പെടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, പരിണിതപ്രജ്ഞരായ സഖാക്കൾ ഈ ജാഥക്ക് അകമ്പടി സേവിക്കുന്നു എന്നുള്ളത് ജാഥയുടെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിപ്പിക്കുകയാണ്. മലയോര ജില്ലയാണ് വയനാട്. കുന്നുകളാലും മലകളാലും നിറഞ്ഞ ജില്ല, വനമേഖല, ഒരുപാട് കേന്ദ്ര നിയമങ്ങൾ ഈ ജില്ലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കാലോചിതമായിട്ടുള്ള മാറ്റം അത്തരം നിയമങ്ങളിൽ ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലോകവ്യാപകമായി അതുണ്ടായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യ വംശം ക്രമാതീതമായി എണ്ണം വർദ്ധിക്കുന്ന ഘട്ടത്തിലാണ് കുടുംബാസൂത്രണം ഒരു പദ്ധതിയായി ലോകത്താകമാനം സ്വീകരിക്കപ്പെട്ടത്. മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ കുടുംബാസൂത്രണത്തിലൂടെ അതിന് നിയന്ത്രണമുണ്ടാക്കണം എന്ന് വ്യവസ്ഥകൾ ഉള്ളത് ഭേദഗതി ചെയ്ത് പുതിയ നിയമത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. എന്നാൽ കാട്ടുമൃഗങ്ങളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് മനുഷ്യരുടെ കാര്യത്തിൽ ബാധകമാക്കിയ ഈ നിയമം നടപ്പിൽ വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യം അത്യന്തം പ്രാധാന്യത്തോടെ ചോദിക്കേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വന്യജീവി ആക്രമണം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്യജീവികൾ ഒരു നിശ്ചിത എണ്ണത്തിനപ്പുറത്ത് പെരുകിയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് വയനാട്ടിലെ ജനങ്ങൾ കുറച്ചു കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വന്യജീവികളുടെ വർധനവിൽ നിയന്ത്രണം വരുത്തേണ്ടത്, അതിനനുസൃതമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. സംസ്ഥാന സർക്കാർ ഇക്കാര്യം കേന്ദ്ര ഗവൺമെന്റിനെ ബോധിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെല്ലാ രാജ്യങ്ങളിലും സമാനമായിട്ടുള്ള ഭേദഗതികൾ കാലാനുസൃതമായി വന്നത് സംസ്ഥാന ഗവൺമെന്റ് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. വയനാടിനെ പ്രതിനിധീകരിക്കുന്ന MP ഇന്ത്യൻ പാർലമെന്റിൽ നല്ല സ്വാധീനമുള്ള അംഗമാണ് എന്ന് കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളും പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. തന്റെ ആ സ്വാധീനം, പറയപ്പെടുന്ന സ്വാധീനം ഇന്ത്യൻ പാർലമെന്റിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ
അവര് ശ്രമിക്കണം എന്നാണ് ഈ ജാഥയിലൂടെ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് GST വകയിൽ ഇവിടെ നിന്ന് BJPയുടെ ഗവൺമെന്റ് പിരിച്ചുകൊണ്ടുപോകുന്നത്. മോദി സർക്കാർ പക്ഷേ കേരളത്തിന് തിരിച്ചു നൽകുന്നത് അതിന്റെ എത്രയോ ശതമാനം കുറവാണ്. 100 രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വെറും 26 പൈസയാണ് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് തിരിച്ച് നൽകുന്നത്. UPയെ സംബന്ധിച്ചിടത്തോളം, മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അവര് 100 രൂപ കൊടുക്കുമ്പോൾ 100 രൂപയിലും കൂടുതലാണ് അവർക്ക് ഇന്ത്യ ഗവൺമെന്റ് അങ്ങോട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 100 രൂപ കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചു കൊണ്ടുപോയാൽ 26 പൈസ നമുക്ക് തിരിച്ചു ലഭിക്കുന്ന സാഹചര്യം മാറണം. പല കാര്യത്തിലും കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്ന മാനദണ്ഡങ്ങൾ കേരളത്തിലെത്തുമ്പോൾ നമ്മൾ ആ മാനദണ്ഡത്തിന്റെ പരിധിയിൽ വരാത്തതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം നിഷേധിക്കപ്പെടുന്നു. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കിയെന്ന തെറ്റല്ലാതെ കാലാകാലങ്ങളായിട്ട് കേരളം മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 11 വർഷമായിട്ട് BJPയുടെ സർക്കാർ, അതിനു മുൻപുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരും സമാനമായ രീതികളാണ് അവലംബിച്ചിരുന്നത്. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞ 11 വർഷക്കാലത്തെ പഴക്കമല്ല ഉള്ളത്. കേരളത്തിന്റെ റെയിൽവേയുടെ വികസനത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് മറ്റുള്ള പല സംസ്ഥാനങ്ങളോടും കോൺഗ്രസ് സർക്കാർ കാണിച്ച ഉദാരത കേരളത്തോട് കാണിച്ചില്ല. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ വന്നില്ല എന്ന് ഇടതുപക്ഷത്തിന് പറയാം. എന്നാൽ കോൺഗ്രസിന് അത് പറയാൻ കഴിയുമോ? ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര പതിറ്റാണ്ടായി ഇന്ത്യയിൽ ആരംഭിച്ചിട്ട് പല സംസ്ഥാനങ്ങളിലും തുടങ്ങിയിട്ട്? ഒന്നാം UPA സർക്കാരിന്റെ കാലത്തോ രണ്ടാം UPA ഗവൺമെന്റിന്റെ സമയത്തോ കോൺഗ്രസ് എന്തുകൊണ്ട് ശ്രമിച്ചില്ല കേരളത്തിലേക്ക് ഒരു എയിംസ് കൊണ്ടുവരാൻ? ഇത്രയും കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നില്ലേ? ഇഫ്ലു എന്ന് പറയുന്ന ലോകത്തുള്ള മുഴുവൻ ഭാഷകളുടെയും സർവകലാശാല, ആ സർവകലാശാലയുടെ ഒരു ഓഫ് ക്യാമ്പസ് പോലും കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് കേരളത്തിൽ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. പാലക്കാട്ട് ആരംഭിക്കും എന്ന് കോൺഗ്രസ് ഉച്ചയിസ്തരം ഉദ്ഘോഷിച്ച കോച്ച് ഫാക്ടറി എന്റെ കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. കേന്ദ്ര സർക്കാർ, അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കേരളത്തോട് കടുത്ത അവഗണന കാണിച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. കേന്ദ്ര പദ്ധതികൾ ഇന്ത്യയിൽ ഏറ്റവും കുറവ് നടപ്പിലാക്കപ്പെട്ട സംസ്ഥാനമാകും കേരളം. ഈ വയനാട് ജില്ലയ്ക്ക് ഇത്രയധികം വികസനം എപ്പോഴാണ് ഉണ്ടായത്? UDFന്റെ ഈറ്റിലം എന്നാണല്ലോ വയനാട് അറിയപ്പെടുന്നത്. റോഡുകളൊക്കെ ഇത്ര മനോഹരമായി റബ്ബറൈസ് ചെയ്യപ്പെട്ടത് ഏത് കാലത്താണ്? ലീഗ് ഭരിച്ചിരുന്ന സമയത്താണോ? കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്താണോ? എല്ലാ PWD റോഡുകളും വയനാട് ജില്ലയിലെന്നല്ല കേരള സംസ്ഥാനത്ത് മുഴുവൻ പ്രദേശങ്ങളിലും റബ്ബറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വയനാട് ജില്ലയോട് ഇത്രയധികം നീതി കാണിച്ച ഒരു സർക്കാർ, ഒന്നും രണ്ടും പിണറായി സർക്കാരുകളെ പോലെ മറ്റേത് സർക്കാരുണ്ട്? ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി വയനാട്ടിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ
എത്തിത്തുടങ്ങിയ കാലയളവ് ഏതാണ് ഒന്ന് പരിശോധിച്ചു നോക്കൂ. ടൂറിസ്റ്റുകളെ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ, റിസോർട്ടുകൾ, ഇതൊക്കെ സ്വകാര്യ വ്യക്തികൾ ഏത് കാലയളവിലാണ് പണിതത് എന്ന് പരിശോധിച്ചു നോക്കൂ. വയനാട്ടിലെ ഓരോ ചെറിയ ചെറിയ പട്ടണങ്ങൾക്കും അഭിവൃദ്ധിയും പുരോഗതിയും ആളുകളുടെ ആധിക്യം കൊണ്ട് ഉണ്ടായത് ഏത് കാലയളവിലാണ് എന്ന് നിങ്ങളൊന്ന് പഠനം നടത്തി നോക്കൂ. എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ 9 വർഷം വയനാട് ജില്ലയുടെ അഭിവൃദ്ധിയുടെയും പുരോഗതിയുടെയും കാലമാണ്. ഏറ്റവും അവസാനം ചൂരൽമലയിൽ ദുരന്തമുണ്ടായി. ആ ദുരന്തത്തെ തുടർന്ന് അവിടെ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക്, ബന്ധുമിത്രാദികളെ നഷ്ടപ്പെട്ടവർക്ക്, വീടും സ്വത്തുവകകളും ഇല്ലാതായവർക്ക് ഒരു നഗരം തന്നെ സൃഷ്ടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന ഗവൺമെന്റ്. അതിന്റെ പണി യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പുരോഗമിക്കുന്നത്. ഈ സർക്കാരിന്റെ കാലാവധിക്ക് മുമ്പ് ചൂരൽമലയിലെ മുഴുവൻ മനുഷ്യരെയും പുനരധിവസിപ്പിക്കും. അവർക്ക് വേണ്ടി ഒരു നഗരം തന്നെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റോഡുകൾ റബ്ബറൈസ് ചെയ്യപ്പെടുന്നു. ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രമോഷൻ നൽകുന്നു. ഈ നാട്ടിലെ ഓരോ വ്യക്തിക്കും അതിന്റെ നേട്ടങ്ങൾ ലഭ്യമാകുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 9 വർഷം ഭരിച്ചതുകൊണ്ടുണ്ടായ നേട്ടം എന്ത് എന്ന് ചോദിക്കുന്നവരില്ലേ? ഒറ്റക്കാര്യം പറയാം. ഈ നാട്ടിൽ വർഗീയമായിട്ടുള്ള സംഘർഷങ്ങൾ വിവിധ മതസമുദായങ്ങൾ തമ്മിൽ ഉണ്ടായില്ല. അതുതന്നെയല്ലേ ഏറ്റവും വലിയ നേട്ടം? ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരന്റെ ആരാധനാലയം തകർക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ഏതെങ്കിലും 2 മതവിഭാഗങ്ങൾ തമ്മിൽ UDF ഭരിച്ചിരുന്ന കാലത്തെന്നതുപോലെ മാറാട്ടേറ്റുമുട്ടി നിരവധി പേർ മരിച്ചതുപോലെ ഒരാളെങ്കിലും ഒരു സംഘർഷത്തിൽ മുറിവേറ്റ് ആശുപത്രിയിലാക്കപ്പെട്ട സ്ഥിതി സംജാതമായിട്ടുണ്ടോ കേരളത്തിൽ കഴിഞ്ഞ 9 വർഷമായി? മതജാതി ശക്തികൾക്ക് മുഴുവൻ മൂക്കിലേറിട്ടില്ലേ ഇടതുപക്ഷ സർക്കാർ? UDF ഭരിക്കുമ്പോ ആനയെപ്പോലെ വമ്പ് കാണിക്കുന്ന, കാട്ടാനകളെപ്പോലെ മതിച്ചു നടക്കുന്ന ജാതി സമുദായ നേതാക്കൾ ഇന്നെവിടെ? അവരൊക്കെ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത്? അവരൊക്കെ ഇനി പുറത്തു വരും. എന്നെങ്കിലും UDF സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു കാലം ഉണ്ടാകുമെങ്കിൽ എല്ലാവർക്കും കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കണം. പക്ഷേ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ അസ്വാരസ്യവും അസ്വസ്ഥതയും അകൽച്ചയും പടർത്താൻ ശ്രമിക്കുന്നവരോട് ഒരു നിലക്കും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അനുരഞ്ജനത്തിന്റെ വഴി സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള കാർക്കശ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ മറ്റു ഭരണകർത്താക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇന്ത്യക്ക് മാതൃകയായി കേരളം മാറുകയാണ്. ഇവിടെ പല നിയമങ്ങളും നടപ്പിലാക്കി കേന്ദ്ര സർക്കാർ. അത്തരം നിയമങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിയമങ്ങൾ, ആളുകളെ വിഭജിക്കുന്ന നിയമങ്ങൾ, ഏതെങ്കിലും ഒരു മതസമുദായത്തെ ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുവാൻ ഉതകുന്ന നിയമങ്ങൾ, അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ബന്ധപ്പെട്ട മതസമുദായങ്ങൾക്ക് നൽകിയ ആശ്വാസം ചെറുതാണോ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. UPയിലൊക്കെ നടക്കുന്നത് എന്താണ്? 10,000 ആളുകളെയാണ് UPയിൽ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ വെടിവെച്ച് കൊന്നത്. ആ 10,000 ആളുകളിൽ മഹാഭൂരിഭാഗവും ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? നമ്മൾ കണ്ടില്ലേ? അത്തീഖ് അഹമ്മദ് എന്ന് പറയുന്ന 4 പ്രാവശ്യം MLAയും 1 പ്രാവശ്യം MP യുമായ SP-യുടെ നേതാവിനെ ഒരു സന്ധ്യാസമയത്ത് പോലീസുകാരുടെ വലയത്തിൽ നിൽക്കെ
ലോകം കാണെ എല്ലാ ക്യാമറ കണ്ണുകളും നോക്കി നിൽക്കെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്, അദ്ദേഹത്തിന്റെ അനിയനെ വെടിവെച്ച് കൊന്നത്, അത്തീഖ് അഹമ്മദിന്റെ 2 ആൺമക്കളെ വെടിവെച്ച് കൊലപ്പെടുത്തി യുപിയിലെ യോഗിയുടെ സർക്കാർ. ഭാര്യയെ കൊലക്കേസിൽ പ്രതിയാക്കി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. വയസ്സാകാത്ത, പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ ജുനൈൽ ഹോമിലേക്ക് അയച്ചു. ഒരു കുടുംബത്തെ മുഴുവൻ നിഷ്കാസനം ചെയ്തു. ചോദിക്കാനും പറയാനും യുപിയിൽ ആരെങ്കിലും ഉണ്ടായോ? അത്തീഖ് അഹമ്മദിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ശിഥിലമാക്കപ്പെട്ട കുടുംബത്തെക്കുറിച്ചോ മുസ്ലിം ലീഗിന്റെ എംപിമാർ ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു വാക്ക് പറഞ്ഞു? ഒരു വാക്ക്. അതിൽ നിന്നൊക്കെ യോഗി കരുത്ത് നേടുകയായിരുന്നു. 2 കോടിയിലധികം മുസ്ലിങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും അധികം മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനം. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് യുപി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള സംസ്ഥാനം. ആ സംസ്ഥാനത്താണ് യോഗിയുടെ ഈ നരനായാട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. യോഗിയുടെ നാട്ടിലാണ് ബാബറി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം പണിതത്. അതവിടുത്തെ ഹിന്ദുമത വിശ്വാസികളുടെ ആഗ്രഹാഭിലാഷ പ്രകാരമായിരുന്നു. രാജ്യം മുഴുവൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി വോട്ട് ചോദിച്ചത് രാമക്ഷേത്രം ഞങ്ങൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബാബറി മസ്ജിദ് തകർത്ത് തലസ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ട അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് പാർലമെന്റ് മണ്ഡലത്തിൽ ബിജെപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പി 60,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് ബിജെപിയെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? 90%-ത്തിലധികം ആ മണ്ഡലത്തിൽ ഹിന്ദുമത വിശ്വാസികളാണ്. എന്നിട്ടും പക്ഷേ ബാബറി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം പണിത മണ്ണിൽ ബിജെപിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതിന് ഫൈസാബാദിലെ തെരഞ്ഞെടുപ്പ് ഫലം മാത്രം മതി. അവർ ഈ രാജ്യത്ത് അസ്വസ്ഥതയുണ്ടാക്കി ഒരു വിശ്വാസത്തിനും മേൽക്കോയ്മ വേണം എന്നാഗ്രഹിക്കുന്നവരല്ല. അവർ ഈ നാട്ടിൽ മതമൈത്രി തകർത്ത് ഒരു സർക്കാർ ഉണ്ടാവണം എന്ന് മോഹിക്കുന്നവരല്ല. അതുകൊണ്ടാണ് ക്ഷേത്രം പണിതു എന്ന് പറയപ്പെടുന്ന മണ്ണിൽ ബിജെപിക്ക് തോറ്റ് അടിയറവ് പറയേണ്ടി വന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും എത്രയെത്ര വീടുകളാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. യുപിയിൽ നിരവധി വീടുകൾ, മദ്രസകൾ, ഇതെല്ലാം ബുൾഡോസർ വെച്ച് തകർത്ത് നിലംപരിശാക്കിക്കൊണ്ടിരിക്കുകയാണ് യോഗിയുടെ ഗവൺമെന്റ്. കേരളത്തിൽ എന്താണ് ആർഎസ്എസ് വർഗീയ ഭ്രാന്തന്മാർ ഉത്തരേന്ത്യയിൽ പെരുമാറുന്നത് പോലെ പെരുമാറാത്തത്? കേരളത്തിലെ ആർഎസ്എസുകാര് നല്ല ആർഎസ്എസുകാരായതുകൊണ്ടാണോ? കേരളത്തിലെ ആർഎസ്എസുകാര് വർഗീയവാദികളല്ലാത്ത ആർഎസ്എസുകാരായതുകൊണ്ടാണോ? അല്ല. കേരളത്തിൽ ആർഎസ്എസിന്റെ അത്തരം പേക്കൂത്തുകൾക്ക് കടിഞ്ഞാണിടാൻ ഈ നാട്ടിൽ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ ചെങ്കൊടിയുടെ ശക്തി കേരളത്തിലുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യമാണ് ആർഎസ്എസിനെ മര്യാദക്കാരാക്കിയിരിക്കുന്നത്. ആർഎസ്എസുകാർ കേരളത്തിൽ വെറുതെ മര്യാദക്കാരായതല്ല, അവരെ മര്യാദക്കാരാക്കിയതാണ്. അവരെ മര്യാദക്കാരാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. 100 പ്രവർത്തകരെ അവർക്ക് ബലി കൊടുക്കേണ്ടി വന്നു. ആർഎസ്എസുമായിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ വഴിയിൽ കോൺഗ്രസുകാർക്ക് എപ്പോഴെങ്കിലും ആർഎസ്എസിനോട് ഏറ്റുമുട്ടി ഒരു ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരു ചെറിയ മുറിവ് പറ്റി ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ ആശുപത്രിയിലാക്കപ്പെട്ടിട്ടുണ്ടോ ആർഎസ്എസുകാരുമായിട്ടുള്ള സംഘർഷത്തിൽ?
കോൺഗ്രസുകാരെ കൊന്നിട്ടുണ്ട്. തൃശൂരിൽ ക്ഷേത്ര സന്നിധാനത്തിൽ വെച്ചല്ലേ 2 കോൺഗ്രസ് പ്രവർത്തകരെ വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടവർ കുത്തിക്കൊലപ്പെടുത്തിയത്? ചാവക്കാട്ടെ ഹനീഫയെ വീട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരല്ലേ RSSുമായി എന്നും ഉരസി നിന്നിട്ടുള്ളത്, ഇഞ്ചോടിഞ്ച് പൊരുതി നിന്നിട്ടുള്ളത്, അവരുടെ കൊലക്കത്തി പിടിച്ചു വാങ്ങിയിട്ടുള്ളത്. കോൺഗ്രസ് RSSനോട് ഐക്യപ്പെട്ടു പോയിട്ടേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താമെങ്കിൽ RSSനെ പുഷ്ടിപ്പെടുത്താം എന്ന് കോൺഗ്രസും ലീഗും എത്രയോ തവണ തെളിയിച്ചില്ലേ? ബേപ്പൂരിൽ പരസ്യമായി സഖ്യമുണ്ടാക്കിയില്ലേ BJPയുമായിട്ട് മുസ്ലിം ലീഗ്? മാധവൻകുട്ടിയെ ജയിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കൾ ഇറങ്ങിയത് ഓർമ്മയില്ലേ? അതിന് കിട്ടിയ ശിക്ഷയല്ലേ മാറാട്ടക്കലാപം? ലീഗും RSSും തമ്മിൽ നടത്തിയ രഹസ്യ ബാന്ധവത്തിന് കിട്ടിയ ശിക്ഷയാണ് മാറാട് നടന്ന കലാപം. ആ കലാപത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ കൊല്ലപ്പെട്ടില്ലേ? ആ കലാപത്തിൽ RSSകാർ കൊല്ലപ്പെട്ടില്ലേ? എന്നിട്ട് അങ്ങോട്ട് അന്നത്തെ UDFന്റെ സർക്കാരിന്റെ കാലത്ത്, ആന്റണിയുടെ കാലത്ത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ സന്ദർശനത്തിന് ചെന്നപ്പോ RSSന്റെ നേതാക്കൾ അവരെ തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞു, ആന്റണിക്ക് വേണമെങ്കിൽ പോകാം, കുഞ്ഞാലിക്കുട്ടി ഒരടി മുന്നോട്ട് വെക്കരുത്. ആന്റണി കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞു, തിരിച്ചു പോയിക്കോളൂ കുഞ്ഞാലിക്കുട്ടി, ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങൾ നോക്കി വരാം. കുഞ്ഞാലിക്കുട്ടി ഇളിന്ത്യനായി തലതാഴ്ത്തി അവിടെ നിന്ന് മടങ്ങിപ്പോന്നില്ലേ? 100 കണക്കിന് പോലീസുകാരുടെ ബന്ദോബസ്തുണ്ടായിരിക്കെ. എന്നാൽ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എളമരം കരീമിനെ ഒരു ഭാഗത്തും VKC മുഹമ്മദ് കോയയെ മറുഭാഗത്തും തന്റെ ഇടത്തും വലത്തും നിർത്തി മാറാട്ട് നടന്ന കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് ഓർമ്മയില്ലേ കോൺഗ്രസുകാർക്ക്, ലീഗുകാർക്ക്? കുഞ്ഞാലിക്കുട്ടിയെ പറഞ്ഞയക്കണം, തിരിച്ചയക്കണം എന്ന് പറഞ്ഞ അതേ ആളുകൾ സഖാവ് പിണറായി വിജയനോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം സഖാവേ, എളമരം കരീമിനെയും VKC മുഹമ്മദ് കോയയെയും കയറ്റിവിടില്ല. ഇത് കേട്ട സഖാവ് പിണറായി വിജയൻ ആന്റണി കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞതുപോലെ പറഞ്ഞ് തിരിച്ചയക്കുകയല്ല ചെയ്തത്. തന്റെ 2 സഹപ്രവർത്തകരുടെ കൈയും പിടിച്ച് മാറി നിൽക്കണോ എന്ന് പറഞ്ഞ് കലാപബാധിത പ്രദേശം സന്ദർശിച്ചു. അങ്ങനെ ആവണം ഒരു മുഖ്യമന്ത്രി, അങ്ങനെ ആവണം ഒരു ഭരണകർത്താവ്. എന്തേ അത് കോൺഗ്രസിന് കഴിയുന്നില്ല? ആന്റണിയുടെ മകൻ തന്നെ പോയില്ലേ BJPയിലേക്ക്? കോൺഗ്രസുകാര് സ്വന്തം ഭാര്യമാരെ, സ്വന്തം മക്കളെ കോൺഗ്രസ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസ് ആന്റണിയെ. കേന്ദ്രമന്ത്രിസ്ഥാനം നിരവധി തവണ കൊടുത്തു. ജീവിതത്തിലെ 50 കൊല്ലം MPയോ MLAയോ കേന്ദ്രമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയി വിലസി നടന്നു ശ്രീമാൻ AK ആന്റണി. ആന്റണി പക്ഷേ തന്റെ ഭാര്യക്കോ തന്റെ മക്കൾക്കോ കോൺഗ്രസ് എന്താണെന്ന് ഒരിക്കൽ പോലും പഠിപ്പിച്ചു കൊടുത്തില്ല, പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ടല്ലേ ആന്റണിയുടെ ഭാര്യ അവര് പറഞ്ഞത് പരസ്യമായി പത്രക്കാരോട്. അവരൊരു ചർച്ചിൽ പോയി പുരോഹിതനോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു, എന്റെ മകൻ BJP ആകുന്നത്. എന്താണ് ഫാദർ ചെയ്യേണ്ടത്? ഫാദർ പറഞ്ഞു, അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അയാളെ BJPയിലേക്ക് വിടൂ, അവൻ ഉന്നത സ്ഥാനത്തെത്തും. അങ്ങനെയാണ് അനിൽ ആന്റണി BJPയിൽ എത്തിയത്. തന്റെ സ്വന്തം മകന്, സ്വന്തം ഭാര്യയ്ക്ക് ശ്രീമാൻ AK ആന്റണി കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ക്ലാസ് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ ഈ ദുര്യോഗം ആന്റണിയുടെ കുടുംബത്തിനുണ്ടാകുമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച്
കോൺഗ്രസുകാരും ലീഗുകാരും എപ്പോഴും പറയാറുള്ളതാണ്, ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് പഠന ക്ലാസും യോഗം ചേരലും LC കമ്മിറ്റിയും DC കമ്മിറ്റിയും AC കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും ഇതെന്ത് പാർട്ടിയാണ്? എടോ, അങ്ങനെ ബ്രാഞ്ച് കമ്മിറ്റിയും LC കമ്മിറ്റിയും AC കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും പഠന ക്യാമ്പുകളും നിരന്തരം നടക്കുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇന്നും RSSനോട് ഇഞ്ചോടിഞ്ച് പൊരുതി നിൽക്കുന്നത്. ഒരു ഇസ്ലാം മത വിശ്വാസിയുടെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ചെവിയിൽ ചൊല്ലിക്കൊടുക്കുന്നത് ബാങ്കുലി നാദമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ബാങ്കിന്റെ നാദമാണ് ഒരു കുടുംബത്തിൽ, ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു കുട്ടിയുടെ ചെവിയിൽ ചൊല്ലിക്കൊടുക്കുന്നതെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കുടുംബത്തിൽ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ മനസ്സിൽ രൂഢമൂലമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അവരുടെ ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുന്നത് ഫാഷിസ്റ്റ് വിരുദ്ധ, ഹിന്ദുത്വ വിരുദ്ധ, ലോകത്ത് എല്ലാ വർഗീയതകൾക്കുമെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ വീരഗാഥകളാണ്. അതാണ് വ്യത്യാസം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബാംഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ? അതിന്റെ ദുര്യോഗമല്ലേ കോൺഗ്രസ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇടതുപക്ഷം ക്ഷീണിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചാൽ അത് ഈ രാജ്യത്തുള്ള പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യന് സംഭവിക്കുന്ന ക്ഷീണമാണ് എന്ന് തിരിച്ചറിയണം. ഈ ഗവൺമെന്റ് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും കൂടെയല്ലേ നിന്നത്? 1600 രൂപ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ 9 കൊല്ലക്കാലമായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 600 രൂപയായിരുന്നു UDF സർക്കാർ കേരളം ഭരിച്ചിരുന്ന സമയത്ത് ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത്. അതും 18 മാസം കുടിശ്ശികയാക്കിയിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അന്ന് ഇറങ്ങിപ്പോയത്. ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തതിന് ശേഷം 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു ക്ഷേമ പെൻഷൻ. UDFന്റെ കാലത്ത് 34 ലക്ഷം ആളുകൾക്കായിരുന്നു ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത് എങ്കിൽ 1600 രൂപ വെച്ച് 64 ലക്ഷത്തോളം ആളുകൾക്ക് കേരളത്തിൽ ക്ഷേമ പെൻഷൻ നൽകുന്നു. 2 ഗഡു ഇതാ ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞു. ഈ നാട്ടിലെ വയോജനങ്ങൾക്ക് 64 ലക്ഷം വരുന്ന വയോജനങ്ങൾക്ക്, അവരിൽ വിധവകളുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്. അവർക്ക് ഈ പെൻഷൻ നൽകുന്ന കരുത്ത് ചെറുതാണോ? ഇന്ത്യ മഹാരാജ്യത്ത് ഏത് സംസ്ഥാനത്തുണ്ട് മൊത്തം ജനസംഖ്യയുടെ 4-1 പേർക്ക് പെൻഷൻ കിട്ടുന്ന സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനം? ആകെ കേരളത്തിലെ ജനസംഖ്യ 2.5 കോടിയാണ്. ആ 2.5 കോടി ജനസംഖ്യയിൽ 64 ലക്ഷത്തോളം ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ. എന്ന് വെച്ചാൽ 5 ആളുകൾ കൂടിയാൽ അതിൽ ഒരാൾക്ക് ക്ഷേമ പെൻഷൻ ഉണ്ട്. ഇത് നിലനിൽക്കുന്ന മറ്റേതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ? കേരളത്തിൽ മറ്റെവിടെയെങ്കിലും, ഇന്ത്യ രാജ്യത്ത് മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കും? 4.5 ലക്ഷത്തിലധികം ആളുകൾക്കാണ് 9 കൊല്ലം കൊണ്ട് പുതിയ വീടുകൾ കൊടുത്തത്. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ. 4.5 ലക്ഷം ആളുകൾക്ക് 4.5 ലക്ഷത്തിലധികം വീടുകൾ. ഏതാണ്ട് 5.25 ലക്ഷം അപേക്ഷകരാണുള്ളത്. 75,000 പേർക്ക് ഈ 1 കൊല്ലം കൊണ്ട് പുതിയ വീടുകളിലേക്ക് മാറി താമസിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ 5.25 ലക്ഷം കുടുംബങ്ങൾക്കാണ് 5.25 ലക്ഷം വീടുകൾ ഇടതുപക്ഷ സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ വയനാട്ടിൽ അതിന്റെ കൂടുതൽ ഗുണഭോക്താക്കൾ ഉണ്ടല്ലോ, ഞാനത് പറയേണ്ടതുണ്ടോ? അങ്ങനെ എന്തൊക്കെ സർക്കാർ സ്കൂളുകളിലേക്ക് പോയി നോക്കൂ നിങ്ങൾ. പണ്ടത്തെ സർക്കാർ സ്കൂളാണോ ഇപ്പോൾ? 9 കൊല്ലങ്ങൾക്ക് മുൻപ് എന്തായിരുന്നു സർക്കാർ സ്കൂളുകളുടെ സ്ഥിതി? അവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ടായിരുന്നു കുട്ടികൾക്ക്? തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ, ചീഞ്ഞുനാറിയ പരിസരങ്ങൾ, ചോർന്നൊലിക്കുന്ന ക്ലാസ് റൂമുകൾ, ഒടിഞ്ഞ ബെഞ്ചുകൾ, തകർന്ന കസേരകൾ, ഇതൊക്കെയായിരുന്നില്ലേ
സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ? ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ ഒന്ന് പോയിട്ട് അന്നത്തെ സാഹചര്യമാണോ നിലനിൽക്കുന്നത് എന്ന് പരിശോധിച്ചു നോക്ക്. എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കിയില്ലേ? ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ തുടങ്ങി വ്യാപകമായി. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠന സൗകര്യമുള്ള സർക്കാർ സ്കൂളുകളിൽ മുഴുവൻ ഇംഗ്ലീഷ് മീഡിയം ബാച്ചും തുടങ്ങിയില്ലേ? 2 ബാച്ചുണ്ടെങ്കിൽ 1 ഇംഗ്ലീഷ് മീഡിയം ആക്കാം. 4 ബാച്ചുണ്ടെങ്കിൽ 2 എണ്ണം ഇംഗ്ലീഷ് മീഡിയം ആക്കാം. 6 ബാച്ചുകളുണ്ടെങ്കിൽ 3 എണ്ണം ഇംഗ്ലീഷ് മീഡിയം ആക്കാം. സാധാരണക്കാരന്റെ മക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു പൈസയും കൊടുക്കാതെ പഠിക്കാനുള്ള സാഹചര്യം പിണറായിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയില്ലേ? സർക്കാർ ആശുപത്രികളിലേക്ക് ഒന്ന് പോയി നോക്കൂ നിങ്ങൾ. UDF ഭരിച്ചിരുന്ന കാലത്തെ പോലെയാണോ സർക്കാർ ആശുപത്രികൾ? അവിടെ ഏത് രോഗത്തിനുമുള്ള ചികിത്സ ലഭ്യമാകുന്ന സ്ഥിതി ഉണ്ടായില്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, വയനാട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ നിങ്ങൾ ഏത് ചികിത്സയും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് എപ്പോഴാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചതോടൊപ്പം നാടിന്റെ വികസനത്തിനു വേണ്ടിയും ഗവൺമെന്റ് കർശനമായ നിലപാടുകൾ സ്വീകരിച്ചില്ലേ? നാഷണൽ ഹൈവേ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 2000-ഓളം ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറാൻ സഖാവ് പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുമായിരുന്നോ? UDFന്റെ സർക്കാർ വേണ്ടെന്ന് വെച്ച പദ്ധതിയല്ലേ? പൊന്നും വില കൊടുത്തല്ലേ സർക്കാർ സ്ഥലം ഏറ്റെടുത്തത്? ഒരാളുടെ കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് നാഷണൽ ഹൈവേ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പണിതുകൊണ്ടിരിക്കുന്നത്. അത് ഗഡ്കരിയാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്. എടോ, ഗഡ്കരി മന്ത്രിയായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ കോൺഗ്രസ് മന്ത്രിയായിരുന്ന കാലത്ത്, കോൺഗ്രസിന് ഭരണമുണ്ടായിരുന്ന കാലത്ത് ഈ നാഷണൽ ഹൈവേ നിങ്ങൾക്ക് പണിയാമായിരുന്നില്ലേ? കേന്ദ്രത്തിൽ കോൺഗ്രസ്, ഇവിടെ നിങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിരുന്നു എങ്കിൽ എന്നേ ഇത് പണിയപ്പെടുമായിരുന്നില്ലേ? നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇവിടെ ഏതെങ്കിലും ആളുകൾ 4 പേര് ഒരു കൊടി പിടിച്ച് സമരം ചെയ്താൽ ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഭീരുക്കളെപ്പോലെ പിന്മാറി ആ പാരമ്പര്യമല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ വേണ്ടെന്ന് വെച്ച പദ്ധതി കത്തിയും കഴുത്തും കോൺഗ്രസിന്റെ കയ്യിലായിരുന്ന കാലത്ത്, കേന്ദ്രവും കേരളവും കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലം, ആ കാലത്ത് എന്തേ നിങ്ങൾക്ക് സ്ഥലം ഏറ്റെടുത്തു കൊടുത്ത് കോൺഗ്രസ് സർക്കാരിനെ കൊണ്ട് ഇവിടെ നാഷണൽ ഹൈവേയുടെ 6 വരിപ്പാത ഉണ്ടാക്കിക്കാൻ സാധിച്ചില്ല? BJP വന്നു, അപ്പോഴും നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പിണറായി സർക്കാർ വന്നു, പിണറായി ഗവൺമെന്റ്, പിണറായി വിജയൻ എല്ലാവരെയും കൂട്ടിയിരുത്തി പറഞ്ഞു, നിങ്ങളുടെ വീടിന്, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സ്ഥലത്തിന്, നിങ്ങൾ നട്ടുവളർത്തിയ ഒരു വെണ്ടക്കയുടെ തൈയുണ്ടെങ്കിൽ അതിനു പോലും സർക്കാർ നഷ്ടപരിഹാരം നൽകും. ഒരു വീടിന് പകരം അതേ വീട് ഇന്നുണ്ടാക്കാൻ 4 ഇരട്ടി പണം വരും. ആ 4 ഇരട്ടിയിലധികം പണമാണ് അനുവദിച്ചത് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക്. നാഷണൽ ഹൈവേയുടെ ഓരത്ത് താമസിച്ചിരുന്നവർക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരമായി കിട്ടിയപ്പോ അതിന്റെ നേട്ടം നിങ്ങൾക്കുമുണ്ടായി, ഈ വയനാട്ടുകാർക്ക്. അതെങ്ങനെ? മലപ്പുറത്ത് നിന്ന് ഒരുപാട് ആളുകളാണ് വയനാട്ടിൽ വന്ന് സ്ഥലം വാങ്ങിയത്. അവർ റിസോർട്ടുകൾ പണിതുകൊണ്ടിരിക്കുന്നത്. അത് സർക്കാർ കൊടുത്ത പണമാണ്. നല്ല പൈസ, വൈറ്റ് മണി. സത്യത്തിൽ മലപ്പുറത്തുകാർക്കാണ് പണം കിട്ടിയതെങ്കിലും അതിന്റെ പ്രയോജനം ഈ വയനാട്ടുകാർക്കുണ്ടായി. ഈ കോൺഗ്രസുകാർക്ക് അത് വേറെ കാര്യം. ലീഗും കോൺഗ്രസും ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പദ്ധതി വരുന്നത് എങ്കിൽ എത്ര പൈസ അവര് കീശയിലാക്കിയിട്ടുണ്ടാവും. ഈ ആളുകളുടെ അടുത്തൊക്കെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഓരോരുത്തർക്കും പൈസ എത്ര കിട്ടുമെന്നുള്ളത് ഇവര് നോക്കി വെക്കും. എന്നിട്ട് പറയും, പാവപ്പെട്ട ബീരാങ്കന്റെ പേരിൽ പോയിട്ട്, ബീരാങ്ക, നിങ്ങളെ സ്ഥലത്തിന്
നമ്മള് തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 45 ലക്ഷമാണ്. എവിടെ 60 ലക്ഷക്കാർ അതിൽ എഴുതിയിട്ടുണ്ടാവുക. അത് നമുക്ക് ഒന്നും കൂടി ഞങ്ങളൊന്ന് പോയിട്ട് 65 ലക്ഷം ആക്കാം. ചെറിയൊരു ചെലവൊക്കെ ഉണ്ടാവും. എത്ര ആൾക്കാരെ പൈസ പിടുങ്ങിയിട്ടുണ്ടാവും ഇവര്. കോൺഗ്രസുകാരും ലീഗുകാരുടെ കാലത്ത് ആ പൈസ നാട്ടുകാർക്ക് കിട്ടാതിരുന്നത് കൊണ്ട് പൈസ മുഴുവൻ ഓലിക്ക് തന്നെ കിട്ടി. അതുകൊണ്ട് ഓല് തന്നെ വികാരം കിട്ടുന്ന ഒരവസ്ഥ നമ്മളുടെ നാട്ടിലുണ്ടായി. അല്ലെങ്കിൽ എത്ര ആളുകളെ പറ്റിച്ചിട്ടുണ്ടാവും ഇവര്, കോൺഗ്രസുകാരും ലീഗുകാരും. അതല്ലേ ഓരോ പണി, ആളുകളെ പറ്റിക്കുക എന്നുള്ളതാണല്ലോ ഇവര് പ്രധാനപ്പെട്ട ജോലിയായിട്ട് കാണുന്നത്. ഈ കോടിക്കണക്കിന് രൂപ ആളുകൾക്ക് നഷ്ടപരിഹാരമായി കൊടുത്തിട്ട് ഒരു കാലിച്ചായ, ഒരു കട്ടൻ ചായ ഏതെങ്കിലും ഒരു സഖാവ് വാങ്ങിക്കുടിച്ചു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ വേണ്ടി കഴിയൂ? അതാണ് കോൺഗ്രസും ലീഗും CPM-ഉം ഇടതുപക്ഷ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം ആരും മറന്നുപോകരുത്. പിണറായി വിജയനെ കേരളം ഒരിക്കലും മറക്കില്ല. കാരണം പിണറായി വിജയന്റെ നെഞ്ചൂക്കിന്റെ പിൻബലത്തിലും ചെങ്കൂറ്റത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് 2000 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയത്. അങ്ങനെയാണ് ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന പദ്ധതി 6 വരിപ്പാത യാഥാർത്ഥ്യമായത്. അപ്പോഴാണ് ഏതോ ഒരു സ്ഥലത്ത് ഇടിഞ്ഞിട്ടുണ്ട്. എവിടെ പിണറായി എന്ന് ചോദിച്ചു ഞാനിപ്പോ അങ്ങനെ വരിക. എവിടെ നിങ്ങളെന്നല്ലേ പറഞ്ഞത് ഇത് ഗഡ്കരിയുടെ റോഡാണ്? ഒരു സ്ഥലത്ത് വിണ്ടപ്പോ പിണറായി എവിടെ, റിയാസ് എവിടെ എന്നും ചോദിച്ച് കോൺഗ്രസുകാരും ലീഗുകാരും ഇറങ്ങിയിരിക്കുകയാണ്. ഒരു സ്ഥലത്തല്ലേ വിണ്ടിട്ടുള്ളൂ. മലയാള മനോരമയൊക്കെ എന്താ എഴുതുന്നത്? ഇന്നത്തെ മലയാള മനോരമയുടെ ഹെഡിങ് കണ്ടോ നിങ്ങൾ? ഞാൻ അത്ഭുതപ്പെട്ടു. പുതും ഇന്നത്തെ മെയിൻ ഹെഡിങ് നിങ്ങൾ വായിച്ചില്ലേ? പുതും. അപ്പൊ എന്താണ്? നാഷണൽ ഹൈവേയിൽ വിള്ളലുണ്ടായത്, ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു എന്ന് സൂചിപ്പിക്കാനാണ് പുതും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നന്നാക്കിക്കോളൂ. നാഷണൽ ഹൈവേക്കാരത് നന്നാക്കും, ഒരു തർക്കവും വേണ്ട. ഈ ചീറിപ്പാഞ്ഞിപ്പോ പണി പൂർത്തിയായ റോട്ടിലൂടെ പോകുന്ന ആളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. കാരണം ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് സൈക്കിളിൽ ജോലിക്ക് ഇതുമ്മക്കൂടി ഇങ്ങനെ പോണ് കണ്ടിട്ട്, ആ വരയും കുറിയൊക്കെ ഇട്ട റോട്ടുമ്മക്കൂടി ഇങ്ങനെ പോണ് കണ്ടിട്ട് ഓൽക്കന്നെ തോന്നുന്ന പിണറായി ഇനിയും വരും. ആകെ ബുദ്ധിമുട്ടായിട്ട്, ആകെ അസഹിഷ്ണുത, ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് സത്യത്തിൽ കോൺഗ്രസ് ലീഗ്. 9ാമത്തെ കൊല്ലാണിത്. 3ാം തവണ 3ാം മൂഴം സഖാവ് പിണറായി വരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. കാരണം ആ റോട്ടുമ്പോ കൂടി പോണേ ഒരു മനുഷ്യൻ UDF-ലോട്ട് രേഖപ്പെടുത്തില്ല. കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ തീർപ്പിക്കും. കാരണം നമ്മളും കൂടി കൊടുത്തിട്ടുണ്ട് 6000 കോടി രൂപ. 6000 കോടി എന്തിന്? സ്ഥലം ഏറ്റെടുക്കുമ്പോ കേരളത്തിൽ സ്ഥലവില കൂടുതലാണ്. അതുകൊണ്ട് സ്ഥലവിലയുടെ 25% സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണം എന്ന് പറഞ്ഞു കേന്ദ്രം. നമ്മളുടെ ആളുകൾക്കല്ലേ കിട്ടുന്നത്. 25% കൊടുത്താലും വേണ്ടിയില്ല, ഇവരെ വിടാൻ പറ്റില്ല എന്ന് നമ്മളും തീരുമാനിച്ചു. അങ്ങനെ 25% നമ്മൾ കൊടുത്തു. അങ്ങനെ സ്ഥലമുടമക്ക് 10 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 2.5 ലക്ഷം രൂപ നമ്മളുടേതാണ്, സംസ്ഥാന ഗവൺമെന്റിന്റേതാണ്. അപ്പൊ നമ്മളും കൂടി പണം കൊടുത്താണ് സ്ഥലം വാങ്ങിയത്. അവിടെ റോഡുണ്ടാക്കുമ്പോൾ അതിൽ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കാൻ നമുക്കും തീർച്ചയായും അവകാശമുണ്ട്. ആ അവകാശം വിനിയോഗിക്കും. കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കും. 5 കൊല്ലത്തേക്കാണ്. കേടുപാട് വരുന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള കരാർ അത് നമ്മുടെ സംസ്ഥാനത്തെ റോഡുകൾക്കും ബാധകമാക്കിയിരിക്കുന്നു. അപ്പൊ നാഷണൽ ഹൈവേ വന്നു, അത് വരില്ലായിരുന്നു. ഈ വയനാട് ജില്ലയിലെ എല്ലാ PWD റോഡുകളും റബ്ബറൈസ് ചെയ്തു. വിഴിഞ്ഞം തുറമുഖം വന്നു. ഏതാണ്ട് 8000 കോടി രൂപയാണ് ആ തുറമുഖത്തിന് വേണ്ടി ചെലവായത്.
ഞാൻ സത്യത്തിൽ വിചാരിച്ചു തുറമുഖമല്ലേ, അത് കേന്ദ്ര സർക്കാർ ആകും വലിയൊരു തുക എടുത്തിട്ടുണ്ടാവുക. കണക്ക് പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് വായിച്ചില്ലേ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ മുൻകൈയിൽ വന്നിട്ടുള്ള ആദ്യത്തെ തുറമുഖമാണ് ഈ വിഴിഞ്ഞം തുറമുഖം. 8,000 കോടി രൂപ ചെലവായി. അതിൽ 5,200 കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകിയതാണ്. 2,000 കോടി രൂപ അദാനി ആ കമ്പനി നൽകിയതാണ്. തിരിച്ചു കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിൽ കേന്ദ്ര സർക്കാർ ലോണായിട്ട് കടമായിട്ട് നൽകിയത് 814 കോടി രൂപ. അത് ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി വന്നത്. നമ്മളുടെ 5,200 കോടി രൂപ ചെലവിട്ട് നമ്മൾ മുൻകൈയെടുത്തുണ്ടാക്കിയ വിഴിഞ്ഞം തുറമുഖം. ആ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകുമായിരുന്നോ പിണറായി വിജയനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിൽ? എന്തൊക്കെ ഇവര് അത് കല്ലെത്താക്കാൻ വേണ്ടി നോക്കി, എന്തൊക്കെ. വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ചില മതനേതാക്കളെ മുന്നിൽ നിർത്തി ആ പദ്ധതിയുടെ കടക്ക് കത്തിവെക്കാൻ നോക്കിയത് ഓർമ്മയില്ലേ? മറന്നുപോയത് ഈ നാട്ടിലെ ജനങ്ങൾ. അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കി. ഗെയിൽ വാതക പൈപ്പിലേക്ക് ഏതാണ്ട് 300-400 കിലോമീറ്ററാണ്. അതും ഭൂമിക്കടിയിലൂടെ പാലിയില്ലേ? സ്ഥാപിച്ചില്ലേ ഗെയിൽ വാതക പൈപ്പ് ലൈൻ? ഇടമൺ കൊച്ചി പവർ ഹൈവേ. കടുത്ത വേനലല്ലേ കഴിഞ്ഞുപോയത്? AC ഇല്ലാത്ത വീടുകളുണ്ടോ ഇപ്പോ? എന്തെങ്കിലും ഒരു രാത്രി നിങ്ങളുടെ വീട്ടിൽ പവർ കട്ടുണ്ടായോ? ലോഡ് ഷെഡിംഗ് ഉണ്ടായോ? ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇടമൺ കൊച്ചി പവർ ഹൈവേ, ഇലക്ട്രിസിറ്റിയുടെ പവർ ഹൈവേ 350 കിലോമീറ്റർ വലിക്കുന്നത് തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിയോട് ചില സ്വകാര്യ മുതലാളിമാർ പോയി പറഞ്ഞു, ഞങ്ങളുടെ എസ്റ്റേറ്റിന്റെ മുകളിലൂടെയാണ് ഈ ലൈൻ വലിച്ചു കൊണ്ടുപോവുക. ചില പള്ളി കമ്മിറ്റിക്കാർ പോയി പറഞ്ഞു, ഞങ്ങളുടെ പള്ളിക്ക് മുകളിലൂടെയാണ് ഇത് വലിച്ചു കൊണ്ടുപോവുക. ചില ക്ഷേത്ര കമ്മിറ്റിക്കാര്, ചില മസ്ജിദ് കമ്മിറ്റിക്കാര്, അവരൊക്കെ ആന്റണിയുടെ മുമ്പിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. ആന്റണി പറഞ്ഞു എങ്കിൽ വേണ്ട. പക്ഷേ പിണറായി വിജയൻ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ പവർ ഹൈവേ യാഥാർത്ഥ്യമായില്ലെങ്കിൽ കേരളം ഇരുട്ടിലാകും. നമ്മളുടെ മക്കൾ നാളെ ചിമ്മിണി വിളക്ക് കത്തിച്ചു വെച്ച് മണിക്കൂറുകൾ തള്ളി നീക്കേണ്ടി വരും, രാത്രികൾ തള്ളി നീക്കേണ്ടി വരും. ഞങ്ങൾ ഇത് വലിക്കാൻ വേണ്ടി പോവുകയാണ്. എതിർക്കേണ്ടവർക്ക് എതിർക്കാം. ഒരൊറ്റാൾ എതിർത്തോ? എടോ പിണറായി വിജയൻ ഒന്ന് നോക്കിയാൽ മതി, പിന്നെ ആരും എതിർക്കില്ല. അതുകൊണ്ടാണ് കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായത്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾക്ക് അങ്ങനെ ഒരു വിൽ പവർ ഉണ്ടോ? നിങ്ങൾ പിണറായി വിജയനെ നാട്ടിലിറങ്ങി കുറ്റം പറയും. നിയമസഭക്കകത്ത് എന്തെങ്കിലും ഒന്ന് പിണറായി വിജയനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പൊടി കാണാറുണ്ടോ കേരളത്തിന്റെ നിയമസഭയിൽ? എല്ലാം തേച്ചൊട്ടിക്കില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ? കേരളത്തിന് വർത്തമാനകാലത്ത് ആവശ്യമുള്ള ഒരു മുഖ്യമന്ത്രിയെയും ഒരു മുന്നണിയെയുമാണ് കേരളം നെഞ്ചേറ്റിയത്. ഒരു തവണയല്ല, 2 തവണ തുടർച്ചയായി ഭരണം ഇടതുപക്ഷത്തിന് ലഭിച്ചപ്പോൾ കേരളത്തിലുണ്ടായ മാറ്റം നിങ്ങൾ കണ്ടില്ലേ? 3ാമത്തെ ഊഴവും ഇടതുപക്ഷത്തിന് ലഭിച്ചാൽ കേരളം വാനോളം ഉയരും. LDF തുടരണം, LDF വരണം, കേരളം ആകാശത്തോളം ഉയരണം. അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിങ്ങളെല്ലാവരും നെഞ്ചേറ്റണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി, സമീപനങ്ങൾക്കെതിരായി സഖാബ് റഫീഖിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കാൽനട പ്രചരണ ജാഥക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ആരംഭിച്ചതായി അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മുടെ ജാഥ ക്യാപ്റ്റനുള്ള സ്വീകരണമാണ്.
സ്വീകരണം നൽകുന്നതിന് അതാത് ബ്രാഞ്ച് സെക്രട്ടറിമാരും സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ജാഥയുടെ ക്യാപ്റ്റനുമായിട്ടുള്ള സഖാവ് റഫീഖിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചെമ്പമൂല ഷിബു. ഈ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഒന്നിങ്ങോട്ട് അടുത്ത് നിന്ന് വേവനം. ചെമ്പമൂല ഷിബു, ആനപ്പാറ അമൽബാബു, 16 മൈൽ ജോളി, ടൗൺ അഷ്റഫ്, വീട്ടിക്കാമൂല പ്രഭാകരൻ, നേർലേരി അബുവട്ടിൽ ഒട്ടോളി, പേരാൽ വിജേഷ്, മഞ്ഞൂറ രാമേന്ദ്രൻ, തെങ്ങുമുണ്ട ദിനേശൻ, പാണ്ടങ്കോട് പിടി പീറ്റർ, കുറ്റിയമൽ ടോമി, കാപ്പിക്കളം ബാബു, പന്തിപ്പൊയിൽ ബിജു ജോണ്, ചന്ദ്രോട് CS ശ്രീധരൻ, ആലക്കണ്ടി സി മോയി, ചേരുകൊല്ലി പി സുമേഷ്, മുണ്ടകുറ്റി ഉസ്മാൻ, താളിപ്പാറ ബിനു, ബാംഗ്ലൂരിന്ന് രതീഷ്, പുതുശ്ശേരി നിസാറ്, പുതുക്കോട്ടുനിന്ന് ജോസ്, ഉപ്പാടുത്തറ നോർത്ത് ബാബുഴി, ഉപ്പാടുത്തറ സൗത്ത് ചക്രക്കുട്ടി, വെട്ടോളം ജെയിംസ്, കുറവണി സുമേഷ് പറയുമ്പോൾ ജാഥയ്ക്ക് അവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ജാഥയുടെ ക്യാപ്റ്റനുമായിട്ടുള്ള സഖാവ് റഫീഖിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.